നിങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റിൻ്റെ വാക്കുകൾക്ക് മറുപടി പറയുക എന്നതിനേക്കാൾ ഉപരിയായി ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇവിടുത്തെ സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും മുൻപിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെടുകയും ഒരു റിബൽ മുന്നണി ഇവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ റിബൽ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്നത്തെ ബാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് 33 കോടി രൂപ നിക്ഷേപവും 14 കോടി രൂപ യഥാർത്ഥ ലോണുമുള്ള ഒരു ബാങ്കാണത്. അപ്പോൾ 33 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്, 14 കോടി രൂപയുടെ യഥാർത്ഥ ലോണുണ്ട്. യഥാർത്ഥ ലോണെന്ന് പറയുന്നത് ഇവിടെ നാട്ടിലെ സാധാരണക്കാരായി എടുത്ത അവരിപ്പോഴും തിരിച്ചടയ്ക്കുന്ന, പലിശകൾ അടച്ചുകൊണ്ടിരിക്കുന്ന, പുതുക്കി വെക്കുന്ന ലോണുകളാണ്. ബാക്കി പണം മുഴുവനായി 8 വർഷത്തിന് മുമ്പ് ഒരു വലിയ ബിനാമി തട്ടിപ്പ് നടത്തി ഈ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയ ആളുകളുടെ കൈവശമാണ് പണമുള്ളത്. ആ പണം ഈടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഐക്യജനാധിപത്യ മുന്നണി ഭരണസമിതിയുടെ പ്രഥമ പരിഗണന. കഴിഞ്ഞ 5 വർഷക്കാലം ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ, അതായത് മുങ്ങാൻ പോകുന്നൊരു കപ്പലായിരുന്നു അത് മുങ്ങിപ്പോകാതെ അതിനെ താങ്ങി നിർത്തി സഹകാരികളുമായി ഇടപഴകി ചെറിയ ലോണുകൾ കൊടുത്ത്, സ്വർണ്ണപ്പായ്പകൾ കൊടുത്ത് ആ ബാങ്ക് റൺ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബാങ്കിൽ നഷ്ടപ്പെട്ടു പോയ 24 കോടി രൂപ തിരികെ പിടിക്കാനുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചത് കഴിഞ്ഞ ഭരണസമിതിയാണ്. കഴിഞ്ഞ ഭരണസമിതി കാലാവധി കഴിഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന ബോർഡ് മെമ്പർമാരും മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള സഹകരണ വകുപ്പിൻ്റെ 68(2) എൻക്വയറി പ്രകാരമുള്ള സർചാർജിൻ പ്രകാരം റവന്യൂ റിക്കവറി നടപടികളിലേക്ക് പോയി എന്നുള്ളതായിരുന്നു ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനുമെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം. അതിൻ്റെ പേരിലാണ് അന്ന് അവർ റിബൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം കോൺഗ്രസിന് അങ്ങനെ പോകാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നിക്ഷേപ പൈസകൾ, കശുവണ്ടി തൊഴിലാളികൾ, പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ, സാധാരണക്കാരായ ആളുകൾ 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചിട്ടുള്ള ആ നിക്ഷേപം സുരക്ഷിതമായി തിരികെ കൊടുക്കുക എന്നുള്ളത് ആ ബാങ്കിൻ്റെ പ്രഥമ കർത്തവ്യത്തിൽപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ ശമൂരൻ്റെ അടുത്തുണ്ട്, ശ്രീ ലിജു ഉണ്ട്, ശ്രീ കെ സി എബ്രഹാം ഉടനെ എത്തിച്ചേരും. അവരെല്ലാവരും കൂടി എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഏതാണ്ട് അവർക്ക് ഈ 68(2) പ്രകാരം കണ്ടെത്തിയ ആളുകൾക്കെതിരെയുള്ള RR നടപടികളിലേക്ക് പോയി. ഖേദകരമെന്ന് പറയട്ടെ, 25/9/2024 റിട്ട് പെറ്റീഷൻ നമ്പർ 33,381/2024 നമ്പറായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ തട്ടിപ്പ് നടത്തിയ 6 പ്രതികൾ ഒരു റിട്ട് ഫയൽ ചെയ്യുകയും ആ റിട്ടിനകത്ത് ഇപ്പോൾ RR നടപടികൾ സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കുക. സ്വാഭാവികമായിട്ട് അവർക്ക് കോടതി പോകാനുള്ള അവകാശമുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ RR നടപടികൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞ ബോർഡ് ചെയ്തത്, ഏതെങ്കിലും ഒരു പെറ്റീഷൻ ആ ഹൈക്കോടതിയിൽ വരുന്നുണ്ടെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച്, ബാങ്കിനെതിരായി ഒരു പെറ്റീഷൻ വന്നാൽ അത് ഹാജരാകാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു വക്കീലിനെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ബോർഡ് വന്നതിന് ശേഷം 25/9/2024 മുമ്പുള്ള ആഴ്ചയിൽ ഇന്നത്തെ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ ബിജുവും ആ തട്ടിപ്പിന് കൂട്ടുനിന്ന ശ്രീ മാധവൻകുട്ടിയും ബാങ്കിൽ തന്നെ ഒരു ജീവനക്കാരനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നുവെന്നും അവിടെ പോയി ഈ ബാങ്കിന് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു തടസ്സവാദവും ഇല്ല എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ആ ഹൈക്കോടതി സ്റ്റേ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നിക്ഷേപകർക്ക് എവിടെ നിന്ന് പണം കൊടുക്കാൻ കഴിയും? തട്ടിക്കൊണ്ടുപോയ പണം തിരിച്ച് ബാങ്കിൽ കൊണ്ടുവരാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? അതിനേക്കാൾ ഒരു പടി കൂടെ പോയാൽ മാധവൻകുട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപയുടെ ലോണുണ്ട്. അത് പരാതികളൊന്നും ഉള്ള ലോണല്ല. അവർക്ക് വിജിലൻസിൽ പരാതിയില്ല, അവർക്ക് സഹകരണ ഡിപ്പാർട്ട്മെന്റിൽ പരാതിയില്ല. അവർക്കെതിരെ പോലുമുള്ള ARC ബാങ്കിൻ്റെ പണം കെട്ടിവെച്ചുള്ള ARC ഫയൽ ചെയ്ത കേസിനകത്ത് കഴിഞ്ഞ അവധി ദിവസം ബാങ്ക് സെക്രട്ടറിയോട് പ്രസിഡന്റ് പറയുന്നു, നിങ്ങൾ അതിൽ ഹാജരാകാൻ പോകണ്ട. അപ്പോൾ അത് വീണ്ടും അടുത്ത 3 മാസം കഴിഞ്ഞ് വീണ്ടും മാറ്റിവെച്ചിട്ടുണ്ട്. 2 മാസം 3 മാസം കൂടുമ്പോഴാണ് ആ ARCയുടെ കേസ് സിറ്റിങ്ങിനായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ഭരണസമിതി ആരെയാണ് സഹായിക്കുന്നത്? ഞങ്ങളുടെ ചോദ്യം അത് മാത്രമാണ്.
ഈ ഭരണസമിതി ഈ ബാങ്കിനെ വീണ്ടും മുച്ചൂടം മുക്കാൻ നിൽക്കുകയാണ്. ഈ ഭരണസമിതി കൈപ്പള്ളി മാധവൻകുട്ടിയും ഈ തട്ടിപ്പ് നടത്തിയ 24 കോടി രൂപ കൊണ്ടുപോയവരിൽ നിന്ന് ഒരു പൈസയും ഈടാക്കിയെടുക്കാതെ അവരെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. അത് ഈ ഇവിടുത്തെ സഹകാരികളോടും പൊതുജനങ്ങളോടും പറയുക എന്നുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഇനി അവസാനമായി ഇപ്പോൾ ഉണ്ടായ സംഭവം 20-ാം തീയതി ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടന്നു. ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിനകത്ത് വെച്ച് സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റർ, ഇവിടുത്തെ യൂണിറ്റ് ഇൻസ്പെക്ടറായിരുന്ന സനൽ ഒരു 10-15 പേജുള്ള ഒരു ന്യൂനതാ റിപ്പോർട്ട് ചർച്ചയ്ക്കായി അവിടെ വന്നു. ന്യൂനതാ റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു ഉപസമിതി എടുക്കുന്നുണ്ട്, അത് അവരിൽ തന്നെ 3 പേരെ എടുത്തു. ഞങ്ങൾക്കൊരു പരാതിയെ കരുത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ന്യൂനതാ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി വേണം. സെക്രട്ടറി ഫ്രണ്ടിലിരിക്കുന്ന പ്രസിഡന്റ് സൈഡിൽ സെക്രട്ടറിയോട് പറഞ്ഞു ഒരു കോപ്പി കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞു ഇറങ്ങുമ്പോൾ തന്നാൽ മതി. കമ്മിറ്റി കഴിയുന്നു, ഇറങ്ങുന്നു, സെക്രട്ടറിയോട് വന്ന് ഞാൻ ആ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സാറേ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കേടാണ്, എടുത്തു വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് അവിടുത്തെ അധികാരി, അവർ പറയുന്ന വിശ്വാസം എടുക്കണമല്ലോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കേടാകുമ്പോൾ കോപ്പി എടുത്ത് വെക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പോരുന്നത്. 1-ാം തീയതി ഞാനും ശ്രീ പ്രേംരാജും കൂടി രാവിലെ 11 മണിക്ക് ബാങ്കിലെത്തുകയും ബാങ്കിലെ ചില ഫയലുകളൊക്കെ ഒന്ന് പരിശോധിച്ച ശേഷം അവിടെ നിന്നോട് സെക്രട്ടറിയോട് പറഞ്ഞു ആ ന്യൂനതാ റിപ്പോർട്ടിൻ്റെ കോപ്പി വേണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പ്രസിഡന്റിനോട് ചോദിച്ചിട്ടേ തരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സമയം 11:30 മണിയായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു മതി, പ്രസിഡന്റിനോട് ചോദിച്ചിട്ട് തന്നാൽ മതി, ഞങ്ങൾ പോയി ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 4 മണിയാകുമ്പോഴത്തേക്ക് വരാം. 4 മണിക്ക് ഞാനും ശ്രീ പ്രേംരാജും ബോർഡ് മെമ്പറായിരുന്ന ജോളിയും കൂടി വരുമ്പോൾ ശ്രീ ആയൂർ ബിജു എന്ന് പറയുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ് ബാങ്കിന് മുമ്പിലുണ്ട്. ആ ബാങ്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രസിഡന്റിനെ വിഷയമായിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നു 4 മണിയായി, 4:30ആയി, 5 മണിയായിട്ടും ആ ഒരു രേഖയെന്ന് പറയുന്നത് ആ ബാങ്കിൽ വരുന്ന എല്ലാ സർക്യൂട്ടുകളും രേഖകളും പരിശോധിക്കാൻ ആ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് അവകാശമുണ്ട്. അത് സെക്രട്ടറി തരാതെ പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ഉപരോധ സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനു മുമ്പ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ വീട്ടിൽ പോയി, ഞങ്ങൾ അവരെ തടഞ്ഞില്ല. അത് 5 മണിക്ക് മുന്നേ പോയാലാണ്, 5 മണി കഴിഞ്ഞല്ലോ. 5 മണിക്ക് പോകാൻ നേരത്ത് മാത്രമാണ് അവിടെ ഒരു തടസ്സവാദം ഉണ്ടാവുന്നത്. 5 മണിക്ക് സെക്രട്ടറി ഇറങ്ങാൻ തുടങ്ങി ഞങ്ങൾ തന്നിട്ടേ പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സജി എന്ന് പറയുന്ന ജീവനക്കാരനും സെക്രട്ടറി മാത്രമാണ് അകത്തുള്ളത്. അപ്പോൾ വനിതാ സെക്രട്ടറി ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വനിതാ മെമ്പറോട് പറഞ്ഞു നിങ്ങൾ വാദക്കിലിരിക്കുക, ഞങ്ങൾ സ്റ്റെപ്പിലിരിക്കാം. ഞാനും പ്രേംരാജും സ്റ്റെപ്പിലിരുന്നു. വനിതാ മെമ്പറായിരുന്ന ജോളി റജി നമ്മുടെ ആ ഓഫീസിൻ്റെ വാതിൽ കസേരയിട്ടിരുന്നു. അതാ 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, 7 മണി കഴിയുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ വന്നു. അവിടെയുള്ള ആളുകളൊക്കെ പ്രസിഡന്റിനെ വിളിക്കുന്നു. പ്രസിഡന്റ് പറയുന്നു ഞാൻ അവിടെ ഇല്ല എന്ന് പറയുന്നു, അവിടെ ചുറ്റുവട്ടത്ത് ഉണ്ടെന്ന് പറയുന്നു. എന്താണെങ്കിലും ആ സെക്രട്ടറി ആവട്ടെ, പ്രസിഡന്റ് ഭരണസമിതിയുടെ തലവൻ പ്രസിഡന്റ് ആവട്ടെ, ഒരു പോലീസിനെ അറിയിക്കുവാനോ അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കുവാനോ ഉള്ള ഒരു നടപടികളും അവിടെ സ്വീകരിച്ചില്ല. അവസാനം 7:45 മണിക്കാണ് അഞ്ചൽ SIയും സംഘവും വരുന്നത്. അവർ വരുമ്പോഴും ഞങ്ങളെ മറികടന്ന് സ്റ്റെപ്പിലിരുന്ന് ഞങ്ങളെ മറികടന്ന് ഞങ്ങൾ രണ്ടിൻ്റെ ഇടയിലൂടെ മറികടന്നാണ് അകത്തേക്ക് പോകുന്നത്. അകത്ത് പോയി സെക്രട്ടറിയോട് സംസാരിക്കുന്നു, തിരിച്ചു പോയി എന്നോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കോപ്പി വിടണം, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ തരാവുന്ന രേഖാമൂലം അറിയിപ്പ് കിട്ടണം, അല്ല ഞാൻ പോകത്തില്ല. സെക്രട്ടറിയോട് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ പരാതി ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ സെക്രട്ടറി പറഞ്ഞു എനിക്കൊരു പരാതിയില്ല. അപ്പോൾ അവർ പോകുന്നില്ല, ഞാനും പോകുന്നില്ല. ഇതൊക്കെ പറഞ്ഞ സെക്രട്ടറി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവിടുത്തെ ജീവനക്കാരനും ഒരു ബോർഡ് മെമ്പറും അന്ന് ലീവിലുണ്ടായിരുന്ന ജീവനക്കാരനും കൂടി അവിടെ കയറി വന്ന് ബഹളം ഉണ്ടാക്കുകയും ബഹളം സൃഷ്ടിക്കുകയും സെക്രട്ടറിക്ക് ബോധക്ഷയം വരുന്ന രീതിയിലേക്ക് അഭിനയം നടത്തുകയും അതിനുശേഷം ഉണ്ടാവുന്ന സംഭവങ്ങളാണ് അവിടെ നടന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ഉണ്ടായിരുന്ന സമാധാനപരമായി സമരം നടത്തിയ ഞങ്ങളുടെ വനിതാ ബോർഡ് മെമ്പറെ ഉൾപ്പെടെ തള്ളി മാറ്റി തെറിയും പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോഴാണ് പുറത്തിരുന്ന് ഞാനും പ്രേംരാജും അകത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏത് വിഷ്വൽസും അവിടെ പരിശോധിക്കാം. അപ്പോൾ അകത്ത് നിന്ന് ഗോഗോ വിളിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു 4:30 മണി മുതൽ ഏതാണ്ട് 8:30 മണി വരെയും അവിടെ ഒരു വിഷയവുമില്ലാതെ സമരം നടത്തിയിരുന്ന ഞങ്ങളെ പ്രകോപനപരമായി അതിനെ തള്ളിവിട്ടതിന് പ്രധാന ഉത്തരവാദികൾ ബാങ്കിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ ഈ ജീവനക്കാരും മാത്രമാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾക്ക് 10 പേർക്കെതിരെ കേസ് അഞ്ചൽ പോലീസിൽ നൽകുകയും എഫ്ഐആറുമായിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് സമരം നടത്തുമ്പോൾ കേസ് വരും. കേസിനെ സംബന്ധിച്ചുള്ള ഒരു ഭയമൊന്നുമില്ല. കേസിൻ്റെ വഴിക്ക് പോകട്ടെ. അതിനേക്കാൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. ഇപ്പോൾ ബാങ്കിൽ നടക്കുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. FD ഇട്ടിരിക്കുന്ന ആളുകളെ ബാങ്കിലേക്ക് വിളിപ്പിക്കും. 20 ലക്ഷം ഉള്ളവരുണ്ട്, 10 ലക്ഷം ഉള്ളവരുണ്ട്. അവരോട് പറയും അസ്ലമംഗലത്ത് ഇന്ന മൂലയ്ക്കൊരു വസ്തുവുണ്ട്,
അതിൽ പോയി നിങ്ങൾ നോക്കണം. FDക്ക് പകരം ആ വസ്തു തരാം. എങ്ങനെ കൊടുക്കാൻ കഴിയുക വസ്തു? ആ വസ്തു ബാങ്കിനകത്ത് 40, 25, 35, 40 ലക്ഷം രൂപയ്ക്ക് പല വസ്തു ലോൺ ഇരിക്കുക. ആ വസ്തു കൊടുത്താൽ 40 ലക്ഷം രൂപ കിട്ടത്തില്ല. അപ്പോൾ നിക്ഷേപകരെ വിളിച്ചു വരുത്തി അവരെ കബളിപ്പിച്ച് വീണ്ടും അവരെ വഞ്ചിച്ച് ഈ പ്രശ്നങ്ങളുള്ള വസ്തുക്കൾ എഴുതി കൊടുക്കാൻ നിൽക്കുക. തൊള്ളൂരിൽ നിങ്ങൾ കണ്ടു കാണും, ഓണവുമായി ബന്ധപ്പെട്ട ഒരു വസ്തു. ആ വസ്തുവിനകത്ത് 80 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് ശ്രീ രൂപേഷ് ഉണ്ണിത്താന്റെ സഹോദരന്റെ പേരിലുള്ളത്. ആ വസ്തു ഇപ്പോൾ കൊടുക്കുന്ന പറഞ്ഞത് എങ്ങനെ കൊടുക്കാൻ കഴിയും? ബാങ്കിൽ ഇരിക്കുന്ന വസ്തുവിന്റെ ബാധ്യത തീരാതെ കൊടുക്കാൻ കഴിയും? വസ്തുവിന്റെ ഉടമ എന്ന് പറയുന്നത് കൈപ്പള്ളി മാധവൻകുടി അളിയനാണ്, ഭാര്യയുടെ ഭർത്താവാണ്, ഭാര്യയുടെ സഹോദരനാണ്. തേക്കട അനിൽകുമാർ എന്നാണ് പേര്. ഞാൻ ചോദിക്കുന്നു, വെമ്പായത്തുള്ള തേക്കട അനിൽകുമാറിന് ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ലോൺ കൊടുത്തു. അപ്പൊ ഇത് ഗുരുതരമായ തട്ടിപ്പും വെട്ടിപ്പും നടത്തുമ്പോൾ ആ തട്ടിപ്പിനും വെട്ടിപ്പിനും കുടപിടിക്കുന്ന രീതിയിലേക്കാണ് ഈ ബാങ്കും ബാങ്കിന്റെ ഭരണസമിതിയും പോകുന്നത്. അത് ഇവിടുത്തെ പൊതുജനങ്ങൾ അറിയണ്ടേ? സഹകാരികൾ അറിയണ്ടേ? സഹകാരികൾ പറയണ്ടേ? കഴിഞ്ഞ 5 വർഷക്കാലവും ഒരു തട്ടിപ്പിനും കുടപിടിക്കാൻ ഒക്കാതിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ റിബൽ മുന്നണി ഉണ്ടാക്കാനും കേരള കോൺഗ്രസിനെയും മറ്റു ചില ആളുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മത്സരിക്കാൻ സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അവർ ജയിച്ചെന്ന് പറഞ്ഞ കാരണം 40 വർഷമായി അവരുടെ കയ്യിലൊരു സംഘമാണത്. അപ്പോൾ ഇതാണ് അവിടെ നടന്നുള്ള യഥാർത്ഥ വസ്തുത. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് റവന്യൂ വിജിലൻസിന് പരാതി കൊടുക്കാൻ പോവുകയാണ്. ബാങ്കിൽ ഇരിക്കുന്ന പ്രമാണങ്ങൾക്ക് ആരാണ് NOC കൊടുത്ത് അറിയണം. ആ ബാങ്കിൽ പ്രമാണം ഇരിക്കുമ്പോൾ ആ വസ്തു കൈമാറ്റം ചെയ്യുകയും അവിടെ പുതിയ കൈവശാവകാശത്തിൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മളൊരു ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് കൈവശാവകാശത്തിൽ ചെന്നാൽ എന്ത് ചെയ്യും? കൈവശാവകാശത്തിൽ കൊടുക്കുമ്പോൾ തന്നെ എഴുതും, അവിടെ ഇന്ന ബാങ്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ് കൊടുത്തതെങ്കിൽ അവിടെ എഴുതി വെക്കും, ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കൊടുത്തിരിക്കുന്നു, ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആയൂർ കാനറ ബാങ്കിലേക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൈവശാവകാശ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന ആ ബാങ്കിലിരിക്കുന്ന വസ്തുവകൾ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് റവന്യൂ വിജിലൻസിന് ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇടമലക്കൽ സർവീസ് സഹകരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഈ കൊടിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാത്തതുകൊണ്ട് രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. ഞാൻ സഹകരണ രജിസ്ട്രാർക്ക് ന്യൂനത റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ന്യൂനത എന്താണെന്ന് അറിയണ്ടേ? ആ ബാങ്കിലെ ഒരു ജീവനക്കാരൻ്റെ പേരിൽ, ബാങ്ക് ജീവനക്കാരൻ ലോൺ എടുക്കാൻ പ്രൊവിഷൻ ഇല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഏതാണ്ട് 80 ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ പുറത്താക്കണമെന്നാണ് ന്യൂനത റിപ്പോർട്ട് എഴുതിയേക്കുന്നത്. ആ സഹകരണ ബാങ്കിൽ ജീവനക്കാരനായി ഇന്ന ആളെ പുറത്താക്കണം. അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും പേരെടുത്തിരിക്കുന്ന ലോണുകൾ ഒരേ വസ്തു കാണിച്ചുകൊണ്ട് വിവിധ ലോണുകൾ എടുത്തിരിക്കുന്നു. വിൽസന്റെ പേരിൽ. ഇത് ആ ന്യൂനത റിപ്പോർട്ട് ഞാൻ എഴുതി വെച്ചതല്ല, ഞങ്ങൾ വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് ഓരോ കാലത്തും ഇതൊക്കെ മറച്ചു വെച്ച് വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഫയല് കാണിക്കാതെ മറച്ചു വെച്ച് കഴിഞ്ഞ 8-15 വർഷക്കാലമായി ജീവനക്കാരൻ. അപ്പോൾ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങളൊരു ജനകീയ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ പോവാണ്. പാർട്ടിയും ഞങ്ങളുടെ ബോർഡ് മെമ്പർമാർ, ഞങ്ങൾ പാർട്ടി കമ്മിറ്റി ആയിരുന്നു, പാർട്ടിയോട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ജനകീയ ക്യാമ്പയിൻ, സഹകരണ ബാങ്കിനെ രക്ഷപ്പെടുത്താനുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. ജനങ്ങൾ ആരോടൊപ്പം നിൽക്കുമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. തട്ടിപ്പ് നടത്തിയവനെ കുടപിടിക്കാൻ നിൽക്കുന്നെങ്കിൽ അങ്ങനെ പോകട്ടെ. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ചോദ്യം കൊണ്ട് ചോദിക്കാം. ഞങ്ങൾ അന്ന് 1-ാം തീയതി വൈകുന്നേരം തന്നെ ഞങ്ങളെ അവിടെ നിന്ന് എന്നെയും പ്രേംരാജും കഴിഞ്ഞ് ഈ വനിതാ സ്ഥാനാർത്ഥിയും തട്ടി നീക്കിക്കൊണ്ടാണ്, വനിതാ മെമ്പറായും തട്ടി നീക്കിക്കൊണ്ടും അവരോട് അസഭ്യം പറഞ്ഞുകൊണ്ടാണ് പോയത്. അതുമായി ബന്ധപ്പെട്ട പരാതി അഞ്ചൽ സ്റ്റേഷനിൽ അന്ന് തന്നെ കൊടുത്തായിരുന്നു. പോലീസ് പക്ഷേ അതിനകത്ത് യാതൊരു നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർ FIR എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ ബോർഡ് മെമ്പർ കൂടിയായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പ്രേംരാജിനെതിരായിട്ട് ഫേസ്ബുക്കിലൂടെ ജാതീയമായ ആശയം ഉന്നയിക്കുക, ഇതൊരു ഹോബിയായി എടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മദ്യപാനമൊന്നും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. പുള്ളി മദ്യപിക്കുന്ന ആളല്ല അദ്ദേഹം. മദ്യപാനമോ അങ്ങനെ ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്ത നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഈ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിന് പോലെ ഒന്നുകിൽ എന്തെങ്കിലും സ്ഥലകാല ബോധമില്ലാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വല്ല ഗുളികയോ കഴിക്കുന്നുണ്ടോ ഒരു സംശയമുണ്ട്. അതുകൂടെ ആരെങ്കിലും അടിയന്തരമായി ചികിത്സിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുടെ പൊതുജനം ആലോചിക്കേണ്ടി വരും. സർവീസ് സഹകരണ ബാങ്കിന്റെ വാഹനങ്ങളിൽ പ്രസിഡന്റ് എന്ന് എഴുതി കാണുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലൂടെ മാത്രമേ കാണത്തുള്ളൂ. അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് 2 പ്രാവശ്യം അവർക്ക് അദ്ദേഹത്തിന് പെറ്റി 10,000 രൂപ വെച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. എത്ര 150? അതെ, 2 പ്രാവശ്യം കൊടുത്തു എന്ന് പറയുന്നുണ്ട്.
2 പ്രാവശ്യം പെറ്റി കൊടുത്തു പറയുന്നുണ്ട്. അത് എത്ര എനിക്കറിയത്തില്ല. എന്തായാലും അത് ഒരു കുറ്റകൃത്യം തുടർച്ചയായി നടത്തിയാൽ അത് നിയമലംഘനമാണെന്നും അത് വാഹനം പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഗവൺമെന്റും ആ ഉദ്യോഗസ്ഥന്മാരും നിർബന്ധിതരാകും. സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയുടെ പേരിലുള്ള രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ മാത്രമേ ബാങ്കിന്റെ പേര് വെക്കാം. അങ്ങനെ വെക്കാൻ പാടില്ല. അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമായ ആര് പ്രവർത്തിച്ചാലും ഗവൺമെന്റ് നടപടിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളാരും പരാതി കൊടുക്കുന്നൊന്നുമല്ല. പല പ്രാവശ്യം അത് വെഹിക്കിളും RTO ഒക്കെ അതിനകത്ത് ബന്ധപ്പെടുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ള വാഹനമാണ്. ഞാനും 3.5 വർഷക്കാലം പ്രസിഡൻ്റായിരുന്നു. എനിക്ക് വാഹനം ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്തൊന്നും ബോർഡ് വെച്ചിട്ടില്ല. ഞങ്ങളാരും വെച്ചിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുഴപ്പമില്ല. പിന്നെ ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നുള്ള KPCC സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് സൈമൺ അലക്സ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ SJ പ്രേംരാജ്. അതുപോലെ തന്നെ മറ്റൊരു വനിതാ മെമ്പർ ജോളി സജി. ഇവർ 3 പേരുമാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഇങ്ങനൊരു ഉപരോധ സമരം നടത്തിയെന്നുള്ള വിവരം മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കും പോലീസിനും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ന്യൂസ് കേരളം ചാനലിൽ ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തുന്നതായി കണ്ടു. ഇവർ 2 പേരും മദ്യപിച്ച്, ജോളി റജി മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. എന്നാലും ഇവർ 2 പേരും ശ്രീ സൈമൺ അലക്സും അതുപോലെ തന്നെ പ്രേംരാജും മദ്യപിച്ച് മതോന്മത്തരായി അവിടെ അഴിഞ്ഞാടുകയായിരുന്നെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഈ മദ്യം കൊണ്ടു കിടക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ ഈ പറഞ്ഞതിൽ ആരാണ്, ഈ സംഭവം ഈ പറയുമ്പോൾ തന്നെ മദ്യപിച്ചിരുന്നത് ആരാണ് എന്നുള്ള വിവരം ജനങ്ങൾക്കറിയാം. ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷേ ഇവരെ 2 പേരെയും പൊതുമധ്യത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ ആക്ഷേപിച്ചതിന് ഞങ്ങളതിൻ്റെ നിയമ നടപടിയുമായി പോകും. കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ബാങ്കുമായി ഉണ്ടായ ഈ തട്ടിപ്പ്, ആദ്യമേ ഒരു തട്ടിപ്പ് നടത്തി ഏതാണ്ട് 23 കോടിയോളം രൂപ ബാങ്കിലേക്ക് വരാനുള്ള പൈസ ഇപ്പം വരാതിരിക്കാൻ വേണ്ടി അതിന് സ്റ്റേ ഈ ബാങ്കിൻ്റെ ഭരണസമിതി കൂട്ടുകയെന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്ത് ഇവിടുത്തെ സാധാരണ സഹകാരികൾ അനുഭവിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് അത് നേരിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ ഈ ബാങ്കിലേക്ക് 1 രൂപ പോലും വരാത്ത സാഹചര്യം വരുമ്പോൾ അത് മനസ്സിലാകും. ഇതിനെതിരെ ഇടമുളയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ ബാങ്കിലേക്ക് ഒരു മാർച്ചും ധർണയും ഒരു പൊതുയോഗവും വയ്ക്കുന്നു. അതുപോലെ തന്നെ നോട്ടീസുകൾ ഇറക്കി ഈ മണ്ഡലത്തിലുടനീളമുള്ള സഹകാരികളെ ഈ സഹകാരികളെയും നാട്ടുകാരെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള സമരപരിപാടികളുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോകും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ബാങ്കുമായി നടത്തിയ ഈ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വിജിലൻസ് കേസ് ഇപ്പം നിലവിലുണ്ട്. പോലീസ് വിജിലൻസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. സഹകരണ വകുപ്പിൻ്റെ അന്വേഷണം കഴിഞ്ഞ് അതിനുശേഷമാണ് പോലീസ് വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി നടക്കുന്ന ഈ അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ 6 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പൂർണ്ണമായ ഫയലുകൾ പരിശോധിച്ച് ഇവർക്കെതിരെ നടപടി നടത്താനും ഈ വസ്തുവകകൾ കണ്ടെത്താനും ഇതിൻ്റെ ബിനാമികൾ ആരാണെന്ന് കണ്ടെത്താനും ഇതിൻ്റെ A to Z കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു ടീമിനെ സർക്കാർ നിയോഗിച്ചാൽ 6 മാസത്തിനുള്ളിൽ നടത്തും. പക്ഷേ ഇവിടുത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരുമായിട്ടുള്ള ഇവിടുത്തെ ബാങ്ക് സെക്രട്ടറി കൈപ്പള്ളി മാധവൻകുട്ടിയായിട്ടുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ട് പേരിന് വെച്ചിരിക്കുന്ന ഒരു വിജിലൻസ് കമ്മിറ്റിയാണ് ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയെങ്കിലും ഇവിടെയുള്ള ഇടതുപക്ഷക്കാരും ഈ സർക്കാരും ആർജവത്തോടുകൂടി ഈ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി ഇവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കുന്നതിന് തയ്യാറാകണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലെല്ലാം വളരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഈ മുന്നണി കൈപ്പള്ളി മാധവൻകുട്ടിക്ക് ഈ ബാങ്കിൽ നിന്ന് ഈ കോടികളുടെ തിരിമറി നടത്തിയത്
മറയ്ക്കാനും ഒളിക്കാനും ഇവിടുന്ന് കടന്നു പോകാനും വേണ്ടിയിട്ടുള്ള ഒരു മുന്നണിയാണ്. അതിന് പറ്റുന്ന ആളുകളെയാണ് ഇതിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഒരു 3 മാസത്തിനും 6 മാസത്തിനും ഉള്ളിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നാണ്. പക്ഷേ 1.5 മാസത്തിനുള്ളിൽ അദ്ദേഹം വിചാരിച്ച തരത്തിൽ ഈ ബാങ്ക് പ്രസിഡൻറ്റും അതിൻ്റെ ബോർഡ് മെമ്പർമാരും അയാളുടെ കയ്യിലേക്ക് ഈ ബാങ്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന സംഭവം ഉണ്ടായി. അതുമാത്രമല്ല, ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ പ്രധാനപ്പെട്ട രേഖകൾ ശ്രീ കൈപ്പള്ളി മാധവൻകുട്ടിയുടെ കൈവശമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അതിനനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഈ സർവീസ് സഹകരണ ബാങ്കിൽ ഈ പ്രശ്നം, ഈ ഉപരോധം നടക്കുന്ന ദിവസം ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചത് ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് 50 മീറ്റർ ചുറ്റളവിലുണ്ടെന്നാണ്. അത് സത്യമാണ്. അദ്ദേഹം അവിടെ അന്നുണ്ടായിരുന്നത് ഈ ബാങ്കിൽ തട്ടിപ്പ് നടത്തിപ്പോയ കൈപ്പള്ളി മാധവൻകുട്ടിയുടെ വീട്ടിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ഈ ചാനലിൽ പറഞ്ഞ് ആദ്യമേ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണെന്നും അതിൻ്റെ ഒടുവിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ 50 മീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്നതുമാണ്. ഈ 2 തരത്തിലാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം കുറേ ആരോപണങ്ങൾ പറഞ്ഞ് അവിടെ ഫയലുകൾ കീറി എറിഞ്ഞു, വാരി എറിഞ്ഞു. ഇതൊക്കെ നിങ്ങളെ കണ്ടതാണ്. കീറി എറിയുന്നതും വാരി എറിയുന്നതും ഒക്കെ അഞ്ചൽ പോലീസ് ഇൻസ്പെക്ടറും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരും കണ്ടതാണ്. അതുപോലെ തന്നെ ലോക്കറിനടുത്ത് വരെ പോയി എന്നാണ് പറഞ്ഞത്. ലോക്കറിനടുത്തേക്ക് പോകുന്നത് ഏതോ വല്ല അപരാധമോ കുറ്റമോ ആണെന്നല്ലേ. ലോക്കറിൻ്റെ താക്കോലും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഇരിക്കുന്നത് അവിടുത്തെ ബാങ്ക് സെക്രട്ടറിയുടെ കൈവശമാണ്. ഓടിച്ചെന്ന ഒരാളിനെ ലോക്കർ തുറന്ന് എടുത്തുകൊണ്ട് എന്തെങ്കിലും പോകാൻ പറ്റുന്ന, ലോക്കർ എന്ന് പറഞ്ഞാൽ റൂമാണ്, ലോക്കർ റൂമാണ്. അപ്പോൾ അതിനടുത്തേക്ക് വരെ പോയി എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ഞാൻ നേരത്തെ അവിടുത്തെ ഭരണസമിതി അംഗമായിരുന്ന ആളാണ്. ഞങ്ങളൊക്കെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ സെക്രട്ടറിയോട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഞാൻ അതിനകത്ത് പോയതാണ്. അവിടെ സാധാരണ ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ് നിന്നത്. അവരോട് ചോദിച്ചു ഇതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണേ, എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ രാഷ്ട്രീയപരമായ മറുപടിയാണ് പറഞ്ഞത്. നിങ്ങളോടും ആ മറുപടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞത് പോലീസിനെ ഞങ്ങൾ അറിയിക്കുന്നില്ല, അവരിറങ്ങി പോകുമെങ്കിൽ മാത്രമേ എനിക്കും ഇറങ്ങിപ്പോയാൽ മതി, ഇല്ലെങ്കിൽ ഞാനും അവിടെ തന്നെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഈ സെക്രട്ടറിയെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നല്ല ജീവനക്കാരിയാണ്. അവരെ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ കരിക്കത്തിൽ തങ്കപ്പൻപിള്ളയുടെ മകളാണ്. ഒരു ബാർട്ടർ സംവിധാനത്തിലൂടെ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരിയായി വന്ന ആളാണ്. ഇടമുളയ്ക്കൽ നിന്ന് ഒരാളിനെ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിലേക്ക് കൊടുക്കുകയും പകരം ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിൻ്റെ മകളെ ഇടമുളയ്ക്കലിലേക്ക് കൊടുക്കുകയും ചെയ്ത അതിൻ്റെ ഉപകാരത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ജീവനക്കാരിയായി വന്നത്. സ്വാഭാവികമായിട്ട് അന്നിരുന്ന സെക്രട്ടറിയോട് അവർക്ക് ഇത്തരത്തിലുള്ള കൂറും നന്ദിയും ഒക്കെ കാണുമായിരിക്കും. അതിനനുസൃതമായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ തരത്തിൽ അവർ പ്രവർത്തിച്ചു പോകാൻ നിയമപരമായി അവർ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. തീർച്ചയായും നിയമപരമായി നേരിടാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നേരിടും. ഇവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബാങ്കിലെ ഉപരോധ സമരത്തിൻ്റെ പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തകനും ഈ ബാങ്കിൻ്റെ ഒരു മുൻ പ്രസിഡന്റും എന്നുള്ള നിലയിൽ ഞാനും ആ ഉപരോധ സമരത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ എത്തിയിരുന്നു. അന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, ഒരു ധനകാര്യ സ്ഥാപനത്തിൽ, ഏതൊരു ധനകാര്യ സ്ഥാപനമായാലും അതിന് ഓഡിറ്റ് ഉണ്ടാവും. 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട്, അത് ഓഡിറ്റിൻ്റെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഓഡിറ്റ് വിങ്ങുണ്ട്. ആ ഓഡിറ്റേഴ്സാണ് നമ്മുടെ ബാങ്കിൽ സ്ഥിരമായി വന്ന് കാര്യങ്ങളെല്ലാം നോക്കി ഓഡിറ്റ് ചെയ്യുന്നത്. അത് ആ ഓഡിറ്റ് റിപ്പോർട്ട് ബാങ്കിൽ കൊടുക്കും. അതിനകത്ത് കണക്കുകൾ സംബന്ധിച്ച കാര്യങ്ങൾ കാണും, ബാങ്കിൻ്റെ ന്യൂനതകൾ കാണും, നിർദ്ദേശങ്ങൾ കാണും. അങ്ങനെ ഒരു ബുക്ക്ലെറ്റായിട്ടാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ ബാങ്കുകളിലും വരുന്നത്. അതിൻ്റെ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ കമ്മിറ്റി വിളിച്ച് അതിനകത്ത് ചർച്ച ചെയ്ത് നമ്മൾ ആ ന്യൂനതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും അത് പരിഹാര മാർഗങ്ങളും ആലോചിച്ച് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം. അത് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്
ഒരു ബാങ്കിൻ്റെ ഏതൊരു ബാങ്കിൻ്റെയും സഹകരണ ബാങ്കിൻ്റെയും ഓഡിറ്റ് റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അതൊരു പൊതുകാര്യമാണ്. അത് എല്ലാ പബ്ലിക് ഡൊമൈനിൽ ഉള്ള കാര്യമാണ്. എല്ലാവർക്കും അതൊരു എ ക്ലാസ് മെമ്പർഷിപ്പുള്ള ബോർഡ് മെമ്പർ മാത്രമല്ല, ഒരു എ ക്ലാസ് മെമ്പർഷിപ്പുള്ള ആര് ചെന്ന് ആവശ്യപ്പെട്ടാലും ആ രേഖ കൊടുക്കാൻ ബാങ്കിൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥ, അതായത് സെക്രട്ടറി ബാധ്യസ്ഥമാണ്. അപ്പോൾ അത് ഞാൻ പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ ഉള്ള ബോർഡ് മെമ്പർമാർക്കെല്ലാം ഇതിൻ്റെ എല്ലാം കോപ്പി എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ന്യൂനതകൾ ചർച്ച ചെയ്യുന്നതിന് കമ്മിറ്റി കൂടാറുള്ളത്. അതിൻ്റെ കോപ്പി കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് എല്ലാ അംഗങ്ങൾക്കും ഞാൻ കൊടുക്കാറുണ്ട്. KC എബ്രഹാം പ്രസിഡൻ്റായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കോപ്പി എടുത്തുകൊണ്ട് വരാതെ അവിടെ ചർച്ച നടത്തിയപ്പോൾ ആ ന്യൂനതകൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലായില്ല. അത് വേണം എന്നാവശ്യപ്പെട്ടതാണ് ബോർഡ് അംഗങ്ങൾ. സൈമൺ അലക്സിൻ്റെ നേതൃത്വത്തിലുള്ള 3 കോൺഗ്രസിൻ്റെ അംഗങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടു. അത് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കേടായി, അതുകൊണ്ട് എടുത്തു വെക്കാമെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അന്ന് ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കേടായതുകൊണ്ട് പുറത്തുനിന്ന് എടുത്ത് വെച്ചിരിക്കും എന്നുള്ള ധാരണയിൽ ഉച്ചയ്ക്ക് പോയി, വീണ്ടും വൈകിട്ട് പോയി ഇത് ചോദിക്കുന്നതും. അത് കൊടുക്കത്തില്ല, ഞാനത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സെക്രട്ടറിയുടെ ചുമതലയുള്ള സ്റ്റാഫ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ പറയാൻ നിർവാഹമില്ല. ഞാൻ അന്നേരം തന്നെ അസിസ്റ്റൻറ്റ് ജനറൽ രജിസ്ട്രാറെ ഒക്കെ വിളിച്ചു. അപ്പോൾ അത് ഏതൊരു സഹകാരിക്ക് ഉൾപ്പെടെ അത് അവകാശപ്പെട്ട സംഭവമാണ്. അത് പൊതുരേഖയാണ്, പബ്ലിക് ഡൊമൈനിലുള്ള രേഖയാണ്. അത് എന്തുകൊണ്ട് കൊടുക്കാൻ പേടിക്കുന്നു? അതിനെ സംബന്ധിച്ചാണ് അവിടെ വിഷയം. അവിടെ ആരും ബഹളം ഉണ്ടാക്കിയില്ല, ഒന്നും ഉണ്ടാക്കിയില്ല. പോലീസിൻ്റെ മധ്യസ്ഥതയിലാണ് ഇവർ പറയുന്ന രേഖകൾ എടുത്തുകൊണ്ട് പോയി ലോക്കറിൻ്റെ അടുത്ത് പോയി എന്നൊക്കെ പറയുന്നത്. ഈ സഹകരണ നിയമത്തെക്കുറിച്ചോ ചട്ടങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാൻ വയ്യാത്ത പുതിയ പ്രസിഡന്റ് ഈ ഒരു ബാങ്കിൻ്റെ ലോക്കർ എന്ന് പറയുന്നത് അത് ഇരട്ടപ്പൂട്ട് സംവിധാനമാണ്. അത് സെക്രട്ടറിയുടെ കയ്യിൽ ഒരു താക്കോലുണ്ടാവും, മറ്റൊരു ജീവനക്കാരൻ്റെ കയ്യിലോ ജീവനക്കാരിയുടെ കയ്യിലോ മറ്റൊരു താക്കോലുണ്ടാവും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ബാങ്ക് ലോക്കർ പൂട്ടുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് മാത്രമായിട്ട് അത് തുറക്കാൻ പറ്റില്ല. വീണ്ടും രണ്ടുപേരും കൂടി വന്നെങ്കിൽ മാത്രമേ, ഇരട്ടപ്പൂട്ട് സംവിധാനമാണ്, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെയുള്ള ലോക്കറിൻ്റെ അടുത്തോട്ട് പോയി, അവിടെ ലോക്കർ ഇരിക്കുന്നത് അങ്ങ് വളരെ പുറകുവശത്താണ്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല. എന്നാൽ ഞങ്ങൾ അന്നത്തെ നിങ്ങളോടും ഞങ്ങൾ ആവർത്തിച്ച കാര്യം, ഈ ബാങ്കിൽ നിന്ന് വിലപ്പെട്ട പല രേഖകളും ഈ അടുത്ത ദിവസങ്ങളിലായി ബാങ്കിലെ രൂപേഷ് ഉണ്ണിത്താൻ എന്ന് പറയുന്ന ബാങ്കിലെ സ്റ്റാഫ് നിരവധി ഫയലുകൾ എടുത്ത് തൊട്ടടുത്ത് ഈ ബാങ്കിൽ ക്രമക്കേട് നടത്തിയ മുൻ സെക്രട്ടറി കൈപ്പള്ളിൽ മാധവൻകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ദൃക്സാക്ഷികൾ, അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന നാട്ടുകാരും ദൃക്സാക്ഷികളും ഒക്കെ കണ്ടത് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ രേഖകൾ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനത് സെക്രട്ടറിയോട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചു. സെക്രട്ടറി എനിക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ബാങ്കിന് അപഹരിച്ചു കൊണ്ടുപോയ പണം തിരിച്ചടപ്പിക്കാനല്ല, ഈ അപഹരണം നടത്തിയ ആളിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ബാങ്കിലെ രേഖകളും ഒക്കെ കടത്തിക്കൊണ്ടുപോയി ആരാണോ പണം അപഹരിച്ചത് അദ്ദേഹത്തിൻ്റെ പക്കൽ ഏൽപ്പിക്കുകയും ഇവർ രണ്ടുപേരും കൂടെ, ഈ രൂപേഷ് ഉണ്ണിത്താനും ഈ മുൻ സെക്രട്ടറി കൈപ്പള്ളിൽ മാധവൻകുട്ടിയും ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് ബിജുവും കൂടി ഒരു പ്രാവശ്യം ഹൈക്കോടതിയിൽ പോയി. ഈ ബാങ്കിനെ സംരക്ഷിക്കാനും ക്രമക്കേട് മൂലം നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കേണ്ട ബാങ്കിൻ്റെ ചുമതലക്കാര് ബാങ്കിൽ നിന്ന് ആരാണോ പണം അപഹരിച്ചത്, ആ പണം അപഹരിച്ചത് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആരാണെന്ന്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെയും കൊണ്ട് ഹൈക്കോടതി അഡ്വക്കേറ്റിൻ്റെ ഇരിക്കെ പോവുകയാണ്. അത് ഒരു പ്രാവശ്യം പോയി. രണ്ടാമത് പോയത് ഒരു സർവേ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം റിട്ടയറായോ, ഒരു റിട്ടയർ സർവേ ഉദ്യോഗസ്ഥനെ കൂടി ഇപ്പോൾ ബോർഡ് ജോർജ് പണിക്കർ അദ്ദേഹത്തെ കൂടി ബോർഡ് അംഗമാക്കിയിട്ടുണ്ട്. അതായത് ഇത് ഈ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ ഒരു സർവേ വിഭാഗത്തിലുള്ള ഒരാളും കൂടി അവർക്ക് ആവശ്യം ആണെന്നുള്ളത് കൊണ്ട് അവർ ജോർജ് പണിക്കർ എന്ന് പറയുന്ന ഒരാളും ഈ രൂപേഷ് ഉണ്ണിത്താനും കൈപ്പള്ളി മാധവൻകുട്ടിയും കൂടിയാണ് ഈ ബാങ്കിൽ ഈ സംഭവം നടക്കുന്ന ദിവസം ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. അന്ന് ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ബാങ്കിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വക്കീലുമായിട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് സംസാരിച്ചതാണ്. അന്ന് ഈ പറയുന്ന ഒരു ബോർഡ് അംഗം അവിടെ ചെന്നിരുന്നു. 2-3 ഫയലുകൾ, ബാങ്കിൻ്റെ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ കൊണ്ടുവന്നു. അതിൻ്റെ അർത്ഥം മാധവൻകുട്ടിക്ക് വേണ്ടി വാദിക്കാൻ മറ്റൊരു വക്കീൽ, ആ വക്കീലിനെ കാണാൻ പോകുന്ന ചെലവും ബാങ്കിൻ്റെ ചെലവിൽ ആക്കി അങ്ങ് പോവുകയാണ്. അപ്പോൾ ബാങ്കിൻ്റെ ചെലവിൽ തന്നെ
ഈ ബാങ്കിൽ നിന്ന് ആരാണോ പണം അപഹരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയും കേസ് നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞു, ഈ ബാങ്കിൽ നിന്ന് പണാപഹരണം നടത്തിയ ആളിൻ്റെ ബന്ധുക്കളുടെ പേരിൽ, അതായത് ഇവിടെ ക്രമക്കേട് നടത്തിയത് 9 ഇനങ്ങളിലായിട്ടാണ്. ഈ 9 ഇനങ്ങളിൽ ഒരു ഇനം എന്ന് പറയുന്നത് 7ാമത്തെ ഇനം ബാങ്കിലെ സെക്രട്ടറി ആയിരുന്ന മാധവൻ പിള്ളയുടെ ബന്ധുക്കളുടെ പേരിൽ ക്രമവിരുദ്ധമായി വായ്പ അനുവദിച്ച് നൽകി ബാങ്കിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യൽ. അത് ഒരു 18 പേരുടെ പേരിലാണ് ബാങ്കിൻ്റെ അങ്ങനെയുള്ള ലോൺ എടുത്തിരിക്കുന്നത്. അത് 15 ലക്ഷം 20 ലക്ഷം വെച്ചുള്ള ലോണുകളാണ്. ഈ ലോണുകളാണ് അന്ന് ഏറ്റവും അവസാനം പിടിക്കപ്പെട്ടതും. അതിൽ 2 ലോണ്, ഒരു വസ്തു വിൽക്കാൻ വേണ്ടി 2 ലോൺ അദ്ദേഹത്തിൻ്റെ ചിറ്റപ്പൻ്റെ മക്കളുടെ പേരിലുള്ള വേണുഗോപാൽ, അനിൽകുമാർ എന്ന് പറയുന്ന 2 പേരുടെ പേരിലുള്ള 20 ലക്ഷം രൂപ ഉള്ള ലോണ് അദ്ദേഹത്തിൻ്റെ ഏതൊക്കെയോ FD ക്ലോസ് ചെയ്ത് ഇവിടെ അടച്ചിട്ടാണ് നമ്മുടെ വാഴവേലിൽ പമ്പിന് ഓപ്പോസിറ്റുള്ള ഒരു വസ്തു കച്ചവടം ചെയ്യുന്നത്. അവിടെ നേരത്തെ സൈമൺ പറഞ്ഞു വില്ലേജിൻ്റെ ഇതിനകത്തുള്ള കാര്യങ്ങൾ. ആ വസ്തു പോക്കൂരോ ചെയ്തു. അതിവിടെ FD ഉള്ള മലപ്പേരിലുള്ള ഒരാൾക്ക് എഴുതി കൊടുത്തു. ആ വസ്തു പോക്കൂരോ ചെയ്തു. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച് വില്ലേജിൽ ചെന്ന് ആ വസ്തുവിൻ്റെ തണ്ടപ്പേര് രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ ബാങ്കിന് കൊടുത്തിരിക്കുന്ന കൈവശാനുഭവ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള ഇടമൽക്കൽ സർവീസ് സഹകരണ ബാങ്കിന് കൊടുത്തിരിക്കുന്ന ബാധ്യതകൾ അവിടെ അത് വെട്ടിയിരിക്കുകയാണ്. അത് ക്ലിയർ എന്ന് എഴുതിയിരിക്കുകയാണ്. അവിടെ ആ രേഖകളില്ല. രേഖകൾ ബാങ്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു ക്രമക്കേട് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരൊക്കെയോ സ്വാധീനിച്ച് അങ്ങനെയും ഒരു ക്രമക്കേട് അവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വസ്തു, ആയൂരുള്ള ഒരു വസ്തു, അതും ഇതുപോലെ ഈ മാധവൻകുട്ടിയുടെ ഭാര്യയുടെ സഹോദരൻ അനിൽകുമാറിൻ്റെ പേരിലുള്ള ഒരു വസ്തുവാണ്. ആ വസ്തു കച്ചവടം ചെയ്തു. ആ വസ്തു കച്ചവടം ചെയ്തത് ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് കച്ചവടം ഇടനിലക്കാരനായിട്ട് നിന്ന് പ്രസിഡന്റ് കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ പ്രമാണവും അനുബന്ധ രേഖകളും ബാങ്കിൽ തന്നെയാണ്. അത് വിജിലൻസ് ഓഫീസിലാണ്. അപ്പോൾ ആ വസ്തുവിൻ്റെ ഒരു രേഖകളും കൊടുക്കാതെ അതും പോക്കൂരോ ചെയ്ത് അതിനകത്ത് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന 2 ലോണുകളാണ് ബന്ധുക്കളുടെ പേരിലുള്ള ലോണുകൾ. അത് 2,69,00,000 രൂപ അത് തന്നെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഈ ബന്ധുക്കളുടെ പേരിലുള്ള ലോൺ തിരിച്ചു പിടിക്കാൻ സർചാർജിന് വേണ്ടി ഞാൻ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ കേസ് ഫയൽ ചെയ്തു. ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്ത് അത് തന്നെ 4.5 കോടി രൂപ വരും. മറ്റാരുടെ അല്ല, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടുപോയ അമ്മയുടെ പേരിലും സഹോദരങ്ങളുടെ പേരിലും ഒക്കെയുള്ള ലോണാണ്. ഞങ്ങൾ 3 പേരും ബോർഡ് മെമ്പർമാരുടെ കക്ഷിയാണ് നിയമപരമായി പരിശോധിച്ചത്. കക്ഷിയെ അനുവദിക്കുകയും കയറും. കക്ഷിയാണ് അതിനകത്ത് ഒരു ക്രമക്കേടുണ്ട്. 14 പേരാണ് ഇതിനകത്ത്. ബാങ്കിനതല്ല, ബാങ്ക് ഭരണസമിതി. 14 പേർക്കെതിരെയാണ് സർചാർജ് വന്നിട്ടുള്ളത്. അതിൽ ഇപ്പോൾ റവന്യൂ റിക്കവറി നോട്ടീസ് കൊടുത്തിരിക്കുന്നത് മൊത്തം 16 കോടി രൂപ മുതലും അതിൻ്റെ പലിശയും ചേർത്ത് 26 കോടിയിലധികം രൂപ വരും. അതിനകത്ത് ഈ 14 പേരിൽ 2 പേര് ജീവനക്കാരും 12 പേര് 2014 മുതലുള്ള കാലാകാലങ്ങളിലുള്ള ഭരണസമിതി അംഗങ്ങളുമാണ്. മുൻ പ്രസിഡന്റ് രാജീവ് ഘോഷ് ഉൾപ്പെടെയുള്ളവർ. എന്നാൽ ഈ 6 പേർക്കോളം രാജീവ് ഘോഷിക്ക് ഉൾപ്പെടെ റവന്യൂ റിക്കവറി നോട്ടീസ് ഇതുവരെ എത്തിച്ചിട്ടില്ല. വില്ലേജിൽ ഞങ്ങൾ അന്വേഷിച്ചു. 5 കോടിയോളം രൂപ രാജീവ് ഘോഷിക്ക് തന്നെ റവന്യൂ റിക്കവറി ഉണ്ട്, ഈ സർചാർജ് ഉണ്ട്. പക്ഷേ രാജീവ് ഘോഷിക്ക് ഉൾപ്പെടെ 6 പേർക്ക് ഈ റവന്യൂ റിക്കവറി നോട്ടീസ് വില്ലേജ് ഓഫീസ് വഴി എത്തിയിട്ടില്ല. എന്നാൽ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസിലും ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിലും അന്വേഷിച്ചപ്പോൾ 14 പേർക്കുമുള്ള റവന്യൂ റിക്കവറി നോട്ടീസ് ഇവിടുന്ന് കളക്ടറേറ്റിലേക്ക്, റവന്യൂ റിക്കവറി കളക്ടറിൻ്റെ അധീനതയിലാണല്ലോ വരുന്നത്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ ഈ പറയപ്പെടുന്ന 6ഓളം മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് എത്തിച്ചിട്ടില്ല. അതെന്താണ് അതിനകത്തുള്ള സംഗതി എന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയാൻ പാടില്ല. അന്ന് നടന്ന സംഭവത്തിൽ നിങ്ങൾ ഒരു നിയമ നടപടി സ്വീകരിച്ചു. 1-ാം തീയതി നടന്ന സംഭവത്തിൽ 2 ഈ ഹൈക്കോടതിയിൽ ഇപ്പോൾ നിലവിൽ 6 നടപടികൾ സ്റ്റേ ചെയ്തിട്ടുള്ള കേസിൽ നിങ്ങൾ കക്ഷി ചേരാനുള്ള അനുവാദം കക്ഷി ചേരും.
3 ബാങ്കിൽ ഇത്തരം ഈ പറയുന്ന രേഖകൾ എടുത്തുകൊണ്ട് പോകാൻ ബാങ്കിൻ്റെ ഭരണസമിതി ബാങ്കിൻ്റെ നിയമാവലിക്കകത്തുകൊണ്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ അത് ഏതളവ് വരെയും നമ്മൾ പോകും. അതിനുള്ള പരാതി കൊടുത്തു കഴിഞ്ഞു നമ്മൾ. ഓക്കെ, ചുരുക്കി ഒരു ബൈറ്റ് ഇതിന് കോപ്പി വല്ലതും വേണം?